ശ്രീമന്നാരായണീയം ദശകം 27 ക്ഷീരാബ്ദി മഥനവും കൂർമാവതാരവും. ശ്ലോകം 4. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം ത്വം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സന്താനം കൃതവതി ദാനവൈസുരൗഖേ മന്ദാനം നയതി മദേന മന്ദരാദ്രിം. ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയപ്പയോധൗ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, മഹാവിഷ്ണുവിന്റെ അടുത്ത് ചെന്ന് ദേവന്മാരെല്ലാവരും കൂടി വളരെ നേരം സ്തുതിച്ചു. അപ്പോൾ ഭഗവാൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെന്തിനാണ് വന്നതെന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവരെ ഉപദേശിച്ചു. നിങ്ങൾ ഇപ്പോൾ ശത്രുക്കളായിട്ടിരിക്കുന്ന അസുരന്മാരുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. അവരുമായിട്ട് കൂട്ടുകൂടിയാൽ മാത്രമേ പാലാഴി കടയാൻ നിങ്ങൾക്ക് സാധ്യമാകൂ. പാലാഴി കടഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അമൃത് കിട്ടുകയുള്ളൂ. ആ അമൃത് കിട്ടി അത് കഴിച്ചാൽ നിങ്ങളുടെ ഈ ജരാനര പരിപൂർണമായിട്ടും മാറും. അതുകൊണ്ട് അസുരന്മാരുമായിട്ട് സന്ധി ചേർന്ന് നിങ്ങൾ അമൃത് കടഞ്ഞെടുക്കുക എന്ന് ഉപദേശിച്ചു. ഇനി ദേവന്മാര് അസുരന്മാരുമായിട്ട് സന്ധി ചെയ്ത് മന്ദര പർവ്വതത്തെ കടകോലായിട്ട് ഈ പാലാഴിയിലേക്ക് കൊണ്ടുവന്നിടാനായിട്ട് ഭഗവാന്റെ സഹായം വേണ്ടി വന്നു. കാരണം മന്ദരപർവ്വതം എടുത്തുകൊണ്ട് പോന്നപ്പോൾ അത് വീണു പോവുകയാണ്. ഇവരെ കൊണ്ടത് എടുത്തുകൊണ്ടുപോരാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഭഗവാനെ സ്മരിച്ചു. ഭഗവാൻ വേഗം അത് ഗരുഡന്റെ പുറത്തെടുത്തു വെച്ച് കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് പാലാഴിയിലേക്ക് ഇട്ടു. സുരൗഖേ ദേവന്മാര് ദാനവൈ അസുരന്മാരുമായിട്ട് ദാനവന്മാരുമായിട്ട് സന്താനം കൃതവതി സന്ധി ചെയ്തതിന് ശേഷം മന്ദാനം മന്ദാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കടയുവാനുള്ള ആ ഇത് കടയാനായിട്ട് കടകോലായിട്ട് മന്ദരാദ്രി കടകോലായിട്ട് ഇവിടെ തീരുമാനിച്ചിരിക്കുന്ന ആ മന്ദര പർവ്വതത്തെ മതേന മതത്തോടു കൂടി അഹങ്കാരത്തോടു കൂടി നയതി എടുത്തുകൊണ്ട് പോകുമ്പോൾ മന്ദരപർവ്വതത്തെ എല്ലാവരും കൂടെ കൂടി വളരെ അഹങ്കാരത്തോടു കൂടിയാണ് അങ്ങ് എടുത്തുകൊണ്ട് പോണത്. അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് അസ്മിൻ ആ പർവ്വതം ഭ്രഷ്ടേ വീണുപോകയാൽ അത് താഴേക്ക് വീണുപോയി. ഇവിടെ ഭഗവാന്റെ ഉപദേശം കേട്ട് ദേവന്മാര് എന്ന അസുരന്മാരുമായിട്ട് സന്ധിയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഇനി എന്തും സാധിക്കാൻ പറ്റും എന്നൊരു അഹങ്കാരം അങ്ങോട്ട് തോന്നി. അപ്പൊ ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് പാലാഴി കടയുന്നതിന് കടകോലായിട്ട് നിശ്ചയിച്ചിട്ടുള്ള ആ മന്ദര പർവ്വതം എടുത്ത് പുറപ്പെട്ടു. വഴിക്ക് വെച്ച് ഭാരം താങ്ങാൻ പറ്റാതെ പർവ്വതം വീണുപോയി. അപ്പോ ഭഗവാൻ അവിടെ ചെന്നിട്ട് ഒരു കൈകൊണ്ട് ആ മന്ദര പർവ്വതം ഗരുഡന്റെ പുറത്തെടുത്തു വെച്ച് കൊണ്ടുപോയി പാലാഴിയിലേക്ക് ഇട്ടു. മന്ദാനം എന്ന് പറഞ്ഞാൽ മന്ദാവിനെ എന്നാണ്. ഇവിടെ മന്ദാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടകോല്. അപ്പൊ ഇവിടെ മന്ദാവിനെ അല്ലെങ്കിൽ മന്ദാനം എന്ന് പറഞ്ഞാൽ കടകോലിനെ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അത് മന്ദര പർവ്വതത്തെയാണ് കടകോലായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സദ്യ വേഗത്തില് പെട്ടെന്ന് ത്വം നിന്തിരുവടി ബദരം ഇവ ഈ മന്ദരപർവ്വതം താഴേക്ക് വീണുപോയപ്പോൾ ഭഗവാൻ വളരെ വേഗത്തില് ബദരം ഇവ ബദരം എന്ന് പറഞ്ഞാൽ ലന്തപ്പഴം എന്നാണ് അതിന് പറയപ്പെടുന്നത്. ആ അങ്ങനെയുള്ള ഒരു ചെറിയൊരു പഴം എടുത്ത് വയ്ക്കുന്നത് പോലെ അത്ര ലാഘവത്തോടു കൂടി ആ ഒരു ബദരം ഇവ ആ ലന്തപ്പഴം തേ എന്ന പോലെ അനായാസേന ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ആ മന്ദരപർവ്വത്തെ ഖഗേന്ദ്രേ ഖഗം എന്ന് പറഞ്ഞ പക്ഷി ഖഗേന്ദ്രൻ എന്ന് പറഞ്ഞ പക്ഷി രാജാവ് അതായത് ഗരുഡൻ ആ ഗരുഡനില് ഇവിടെ ഉദ്വഹൻ എടുത്തു വച്ച് പയോധൗ ഇവിടെ പാലാഴിയിൽ വിനിഹിതവാൻ
കൊണ്ടുപോയി ഇട്ടു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.